കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതിൽ ഒറ്റ കാര്യത്തിലാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത്. അതായത് 14ാം ധനകാര്യ കമ്മീഷനിൽ 2.5% ഉണ്ടായിരുന്നത് ഇപ്പോൾ 1.92% കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ നികുതി വരുമാനത്തിൽ കുറവ് വന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഈ വിഷയം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ധനപ്രതിസന്ധിയിലെ ഒരു കാരണം മാത്രമാണ് ഞങ്ങൾ സർക്കാരിന് 56,700 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇനി ഞങ്ങൾ അസംബ്ലിയിൽ പ്രൂവ് ചെയ്തല്ലോ. എന്താ കണക്ക് കേട്ടോളാം. 56,700 കോടി 5 കൊല്ലമാണ് GSTയുടെ കോമ്പൻസേഷൻ കിട്ടുന്നത്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. 5 കൊല്ലത്തേക്ക്, വാറ്റിലും അങ്ങനെയാണ്. 5 കൊല്ലത്തേക്ക് ഇവർ എഴുതി വെച്ചേക്കുക. 6ാമത്തെ കൊല്ലവും നഷ്ടപരിഹാരം കിട്ടുമായിരുന്നെങ്കിൽ 12,000 കോടി കൂടി കിട്ടുമായിരുന്നു. അതെന്ത് കണക്കാ? കടമെടുപ്പ് പരിധി നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ 8,000 കോടി രൂപ കിട്ടുമായിരുന്നു. അതെങ്ങനെ? കടമെടുപ്പ് പരിധി പാസ്സാക്കിയ നിയമമല്ലേ, നമ്മൾ പാസ്സാക്കിയ നിയമമല്ലേ കടമെടുപ്പ് പരിധി, കേരള നിയമസഭ പാസ്സാക്കിയത്. പിന്നെ 10ാം ധനകാര്യ കമ്മീഷൻ കിട്ടിയിരുന്ന തുക കിട്ടുമായിരുന്നെങ്കിൽ ഒരു 21,000 കോടി വേറെ കിട്ടുമായിരുന്നു. 10ാം ധനകാര്യ കമ്മീഷൻ 95 ധനകാര്യ കമ്മീഷനാണ്. അതുമായിട്ട് താരതമ്യം ചെയ്യും. ഇങ്ങനെ കള്ളക്കണക്കാണ്. അതിവിടെ പുറത്ത് നവകേരള സദസ്സിൽ എല്ലായിടത്തും പ്രസംഗിച്ചു. സുപ്രീം കോടതിയിലെ റിട്ട് പെറ്റീഷനിൽ ഒന്ന് കാണിച്ചു തരാമോ ഒരു പാരഗ്രാഫ്? ഈ 56,700 കോടി കിട്ടാനുണ്ടെന്ന് കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ് ധനകാര്യമന്ത്രിയെ, മുഖ്യമന്ത്രിയെ. ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് കേരളത്തിലെ 56,700 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാണ്ടെന്ന്. ഞങ്ങൾ നിയമസഭയിൽ അതല്ല, ശരിയല്ല, കള്ളക്കണക്കാണെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് മിണ്ടിയില്ല. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ എവിടെ പോയി 56,700 കോടി? ധനകാര്യമന്ത്രിക്ക്, കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് സംസ്ഥാന ധനകാര്യമന്ത്രി കത്തയച്ചപ്പോൾ എവിടെ പോയി 56,700 കോടി? അതിലൊന്നും ഉണ്ടായില്ല കണക്ക്, ഒന്നും ഉണ്ടായില്ല കണക്ക്. പിന്നെ എവിടുന്ന? അപ്പോൾ ഇത് ഇവരുടെ കഴിവുകേട്, ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളപ്രചരണമാണ്. അതാണിപ്പോൾ പൊളിഞ്ഞു വീണത്. എന്നിട്ടിപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഭരണഘടനാ ബെഞ്ച് എങ്ങാൻ കേരളത്തിന് അനുകൂലമായി ഒരു വിധി എഴുതിയ കേരളത്തിൻ്റെ വിധി കൂടി അതോടുകൂടി എഴുതപ്പെടും. ഇനി ഇവർക്ക് കടമെടുക്കാൻ അനുവാദം കൊടുത്താലോ? ഇവർ കേരളത്തെ മുടിപ്പിച്ചു, മുടിൻ്റെ തറവാടാക്കി മാറ്റി. ഇനിയും കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ചു കൊടുത്താൽ വീണ്ടും കടമെടുത്ത് അഴിമതി നടത്തും, കെടുകാര്യസ്ഥത നടത്തും, ദൂർച്ചെലവ് നടത്തും. ആദ്യം പോയി നികുതി പിരിക്കാൻ പറ. ആ വകുപ്പിൽ നടക്കുന്നത് എന്താണ്? നികുതി വെട്ടിപ്പുകാരാണ് കേരളം ഭരിക്കുന്നത്. എന്നിട്ട് കേരളീയത്തിന് ഫണ്ട് പിരിക്കാൻ, നവകേരള സദസ്സിന് ഫണ്ട് പിരിക്കാൻ ചുമതലപ്പെടുത്തിയത് ആരെ? ടാക്സസിൻ്റെ അഡീഷണൽ കമ്മീഷണർ ഇൻ്റലിജൻസിനെ. ടാക്സസിൻ്റെ അഡീഷണൽ കമ്മീഷണർ ഇൻ്റലിജൻസിൻ്റെ ജോലി എന്താ? നികുതി വെട്ടിപ്പ് തടയുക. നികുതി വെട്ടിപ്പ് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ കള്ളപ്പിരിവ് നടത്താൻ നിയോഗിച്ചു. കള്ളപ്പിരിവെന്ന് ഞാൻ പറയാൻ കാരണം, നിയമസഭയിൽ ചോദിച്ചിട്ട് കണക്കില്ല, വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് കണക്കില്ല, കേരളീയത്തിന് പിരിച്ച തുകയും നവകേരള സദസ്സിന് പിരിച്ച തുകയും കണക്കില്ല. ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിപ്പിച്ചാണ്. മാസപ്പടിയിൽ മകളുടെ കമ്പനിയിലേക്ക് 12 സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്ത് ഫേവറാണ് ചെയ്ത് കൊടുത്തത്? ഞങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി. ഇതാണ് സ്ഥിതി, കേരളത്തിൻ്റെ സ്ഥിതി.